അക്കൗണ്ട് ഇന്ന് തന്നെ ആക്റ്റീവ് ആവും. പിന്നെ ലോൺ വല്ലതും വേണേ പറയണം. ഇപ്പോൾ അധികം ഫോർമാലിറ്റീസ് ഒന്നുമില്ല. വേണമെങ്കിൽ പറയാം സർ. ID ഓക്കെ. സർ ഫോട്ടോ വേണ്ടേ? ഫോട്ടോ വേണം. പണിയൊക്കെ തീരാറായോ? ശബ്ദം നല്ല ബുദ്ധിമുട്ടാണെന്നറിയാം. മാക്സിമം സൺഡേ ഒക്കെ ആയിട്ട് പണി തീർക്കാൻ നോക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? പുതിയ സംരംഭം തുടങ്ങുന്നേ നാടിനും നല്ലത്, പിന്നെ ഞങ്ങൾ ബാങ്കുകാർക്ക് നല്ലതല്ലേ. ഗോപു സാറേ, ഗോപു ഇവരെ ലോക്കറിന് കാണിച്ചു. ഇയാളോട് ചെന്നാൽ മതി. താങ്ക് യു. ശരി. ഇത് നിങ്ങളുടെ കീ. ഇന്നോണ്ട് പണി തീർക്കണം കേട്ടാ. हाँ भाई हो जाएगा. ആ ആ അല്ലേട്ടാ, പണിയൊന്നും ആയില്ലല്ലോ. കട വല്ലതും സമയത്തും തുറക്കാൻ പറ്റുമോ? ആ ഭായ് ഇതാവോ. बोलिए. ഇന്നലെ ഞാൻ ദിവസവും ഇവിടെ ആകെ തുന്നെ കണ്ടില്ല. नहीं नहीं हम काम की साइड में था ना. നീ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രാമൻ ചേട്ടാ വിട്ടേക്ക്, എനിക്കറിയാലോ. ഭയ്യ ആപ്പ് കാം കർ ലോ. हाँ ठीक है दीदी. ഓ നിന്നെ അടുത്തോളട്ടോ. हाँ देखो देखो. ചേട്ടാ കുറച്ചും കൂടെ തരാൻ ബാക്കിയുണ്ട്. അത് സാരമില്ല, ഇനിയിപ്പോ റൂഫിന്റെ പണിയും കൂടെ അല്ലേ ഉള്ളൂ. അത് ഞാൻ അടുത്ത ആഴ്ച ആളെ വിട്ട് സെറ്റാക്കി തരാം. ബായ്. हाँ ചായ പീച്ചാ പോവാം. चलते ठीक है. सच बोल चल चाय पीते हैं. അത് പറഞ്ഞപ്പോ അവന്മാർക്ക് മനസ്സിലായി. അതെ, സുഗീത് എടുത്ത ഫോട്ടോസ് ഉണ്ടായിരുന്നോ? അടിപൊളിയായിട്ടുണ്ട്. നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് മറക്കണ്ട. അപ്പൊ നീയോ അന്നാ റോജിനായിട്ട് ഉടക്കിയതോ? എല്ലാരും കൂടെ ഒരു പാവത്തിന് തല്ലുന്ന കണ്ടപ്പോഴേ കൈവിട്ടു പോയി. പിണങ്ങിയോ? ശരിയുടെ ബേസിലെ ബേസിലെ സുമിയുടെ പുറകെയുള്ള നടപ്പ് നിർത്തുവല്ലടാ. അവരെത്തിയില്ലല്ലോ. അടിച്ചോമാരെ കണ്ട അറിയാവൂടാ. റോജിന്റെ പണി അല്ലാതാരാ? മെമ്പർ വിളിച്ചപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. നിന്നെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. എടാ ബേസിലെ, നീ ആ പെൺകുച്ചിന്റെ പുറകെ നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തടാ. അതാ നിനക്ക് നല്ലത്. അവക്കും എന്റെ മെമ്പറെ അങ്ങനെയൊന്നും പറയല്ലേ. ഇത് പഴയ കാലമൊന്നുമല്ല, അറിയാലോ. അടിക്ക് അങ്ങനെ പഴയത് പുതിയൊന്നുമില്ല. കിട്ടിയാ കിട്ടിയതാ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. മെമ്പറെ ഇത് തന്നെ അപേക്ഷ മെമ്പർ എഴുതുന്നേ. നമ്മുടെ ജാനകമില്ലേ കലിങ്ങിനടുത്തുള്ള അവർക്കൊരു വീട് മെയിൻ്റെനൻസിനുള്ള അപേക്ഷ. വീടിന്റെ ആണോ? സാധാരണ മെമ്പർ കോഴിക്കുള്ള അപേക്ഷയാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്. മക്കളെ
ചായ എടുക്കട്ടെ? അടുത്ത വ്യാഴാഴ്ച ഒരു പരിപാടിയുണ്ട്. ആ. കടയുടെ ഉദ്ഘാടനമാണ്. എന്തായാലും വരണം. വല്ല സിനിമ നടന്മാരും വല്ലതും ആണോ? സാറ് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഞാനോ? അയ്യോ, പേടിക്കേണ്ട മെമ്പറെ, മുടി മുറിക്കാനല്ല റിബൺ മുറിക്കാനാ. ഉറപ്പായിട്ടും വരും. താങ്ക്സ്. ശരി. ഉദ്ഘാടനം സതീശൻ മുണ്ടംകൊല്ലി. സുഗീതേ, ഓ അന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. വരുമല്ലോ അല്ലേ? പിന്നെന്നാ വരാലോ, തലേദിവസം തന്നെ വരാം. ചേട്ടാ വന്നേക്കണേ. ശരി. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തായാലും വരുന്ന വ്യാഴാഴ്ച രാവിലെ തന്നെ എത്തണം. ശരി എന്നാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതേ, നല്ല പിള്ളേരല്ലേ? അതെ, ഭംഗി മാത്രമല്ല, ഔചിത്യവും മര്യാദയും ഒക്കെ ഉണ്ട്. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. മെമ്പറെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നിടം വരെ. Oh yeah, oh not so sweet, oh not so sweet, oh not so but not so sweet. അതെ, മാനേജർ ലോക്കർ റൂം തുറന്ന് എന്താ ചെയ്യുക? ഏയ്, അതിന് സാധ്യതയില്ല. കസ്റ്റമർ ഇല്ലാണ്ട് ലോക്കർ റൂം തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങേർക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കാനില്ല.
വാ 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 വാ. നാളെ വരും ഏതോ വെൺപകൽ സാറേ, ഇതാണ് സംഭവം നടന്ന സ്ഥലം. പക്ഷേ ഫിംഗർ പ്രിന്റിന്റെ ചാൻസസ് ഒന്നും കാണുന്നില്ല സാറേ. സീൻ മൊത്തം കണ്ടാമിനേറ്റ് ആണ്. ആളുകൾ കയറി ഇറങ്ങാൻ സമ്മതിക്കാവണോ മെമ്പർ? താൻ ആദ്യം എത്തിയല്ലേ? സാറേ ഞാനല്ല സാർ, അവരാണ് ആദ്യം. അവരുടെയാണ് കട. മക്കളെ ചായ കുടിക്കുന്നോ? ഇപ്പൊ വേണ്ടേട്ടാ. സർ, ഞങ്ങൾ പതിവ് പോലെ രാവിലെ കട തുറക്കാൻ വന്നത്. അപ്പോഴാ പൂട്ട് പൊട്ടി കിടക്കുന്ന കണ്ട് ഞങ്ങൾ ആകെ പേടിച്ചു. ബാഗ് പിടിക്കും, ഞാൻ വിളിച്ചിട്ട് വരാം. ചേട്ടാ ചേട്ടാ എന്ത് പറ്റി മോളെ? ചേട്ടാ, കടയുടെ പൂട്ട് പൊട്ടി കിടക്കുന്നു. പിന്നെ സ്ലൈഡർ ഇല്ലേ, അതും തുറന്നിരിക്കുക. അയ്യോ ശ്ശേ. വന്നേ, വന്നേ. ഇതെന്നെ കുറിച്ചാണോ? മെമ്പർ അവിടെ എന്താ എന്താ പ്രശ്നം? ഇത് കണ്ടില്ലേ? എന്നതാ? ദേ, ഒന്ന് വാ.
ഇതെന്നെ ചെയ്യല്ലേ? പിന്നെ തുറക്കാതെ എങ്ങനെ അറിയുന്നത് ഇത് എന്നെ സംഭവം നോക്കിയല്ലേ എന്നെ പോകാൻ അറിയാൻ പറ്റുള്ളൂ. മെമ്പർ പറയുന്നത് തുറന്നേ. ഇതിനകത്ത് വിലപിടിപ്പുള്ള വല്ല ഉണ്ടായിരുന്നോ? എടാ നീ ഇന്ന് വേഗം കറക്കടാ. കറക്കുവാ നമ്പർ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാവോ? സുവിധ പ്രശ്നമാവൂടാ. നമുക്ക് നോക്കാം കറക്കടാ. കറക്കുവാ നിലവിളി അങ്ങനെ പൊങ്ങത്തില്ല ചേട്ടാ. ആ കറക്കുന്ന സാമാനം കൊണ്ട് കറക്കി ഇങ്ങനെ പൊങ്ങത്തുള്ളൂ. പൊക്കട്ടെ പൊക്കട്ടെ. തുറന്ന് മെമ്പർ തന്നെ കയറി നോക്ക്. മെമ്പർ ആദ്യം കയറി നോക്കിക്കേ. മെമ്പറിൽ ആദ്യം കയറി നോക്കണ്ടേ ആള്. ഒന്ന് ഒന്ന് കേറിക്കേ മെമ്പറെ. ഒന്ന് കേറ്. നീ അറിയാച്ചോട് കയറി. അല്ലേ അറിയില്ല മൊബൈലുള്ളേ. എന്റെ കയ്യിലുണ്ട് അതെ മൊത്തം പ്രശ്നം ബാങ്ക് മോഷണോ? ഇതിപ്പോ പോലീസ് സ്റ്റേഷൻ വിളി മെമ്പറേ. ഞാനോ? പിന്നെ ആരാ? മെമ്പർക്കല്ലേ പോലീസ് സ്റ്റേഷൻ വിളിക്കാൻ അധികാരമുള്ളേ. പിന്നെ ഞാനോ? സുഖിതേ പണിയാ കേട്ടോ. ആ നേരത്തെ ടെൻഷനിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തുമിടിയും കിട്ടില്ല. ഞാൻ ചായക്കടയിൽ പോയി മെമ്പറിനെ വിളിച്ചു. അകത്ത് ഇങ്ങനെ ആയിരിക്കും പ്രതീക്ഷിച്ചില്ല സാറേ. തുറന്നു നോക്കിയപ്പോഴും മനസ്സിലായത്. പിന്നെ ആളാദ്യം കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് കവലയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ചോദ്യം ചെയ്യണം. ചെയ്യാം സാർ. ബാങ്ക് സാർ ഇതില്ലേ ഇവിടെ ആരൊക്കെ ഉണ്ട്? സാർ സർ ആക്ച്വലി നാട്ടുകാരും ഇവിടെ കയറിയതായിട്ട് കാണുന്നില്ല സാർ. നമുക്ക് 1-2 ബൂട്ട് പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ. ഇത് thoroughly പ്രൊഫഷണൽ. ഇറ്റ്സ് എ ക്ലീൻ ജോബ്. നമസ്കാരം സാർ. കാണാം സാർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി സാർ. സാറേ, ആ മാനേജറുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. പിന്നെ കുറച്ച് നാട്ടുകാരുടെ. SP ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ, അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം സാറേ. പിന്നെ പെൺപിള്ളേർ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളോട് വരാൻ പറയും. ശരി സാർ. സർ, ആനി രാവിലെ കടയിലേക്ക് കയറിയായിരുന്നു? ഇല്ല സാറേ, അതിനു മുന്നേ ആൾക്കാർക്ക് അകത്തോട്ട് കയറി. പിന്നെ മെമ്പർ വന്ന് കാര്യം പറഞ്ഞു. സാറേ, ഇതിന് എന്നാ നമുക്കൊന്ന്... ഇന്നലത്തെ ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ ടൈലിൻ്റെ പണിയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ ആഴ്ച കട തുറക്കായിരുന്നതാ. പിന്നെ ഞങ്ങളും കൂടെ ടൈലിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നത്. ടൈൽ പണിയൊക്കെ അറിയോ? പഠിച്ചതാ സാറേ. ചെലവ് ഭയങ്കര കൂടുതലാണ്. ബാക്കി ദിവസം എന്തൊക്കെ ചെയ്തു? സാറേ, ഇന്നലെ സുമിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. അപ്പോൾ പോയിട്ട് സുമിക്കും അമ്മയ്ക്കും മേക്കപ്പ് ചെയ്തു. രാത്രി വരെ അവിടെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പതിവ് പോലെ ഉച്ചയ്ക്ക് ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു 4 മണിയായപ്പോൾ കടപൂട്ടി വീട്ടിൽ പോയി. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് സുമിയുടെ വീട്ടിൽ പോയത്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടോ? പതിവ് പോലെ കിടന്നുറങ്ങി. കിടന്നുറങ്ങിയല്ലേ? ആനി ഒരു പാർലറിൽ വർക്ക് ചെയ്തിരുന്നല്ലേ? പിന്നെന്ത് പറ്റി ഇവിടെ ഒന്ന് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാൻ? സാർ, എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്തൊന്നും വേറെ പാർലറും ഇല്ല. ഓഹോ. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ബാങ്ക് സ്റ്റാഫ് സെൻസർ ഓൺ ചെയ്തു. ബാങ്ക് പൂട്ടി. ഞായറാഴ്ച രാവിലെ നിങ്ങൾ കട തുറന്നു, പണി തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് ബാങ്ക് മാനേജർ ബാങ്കിൽ വന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ നിങ്ങൾ കട പൂട്ടി അല്ലേ? ചായക്കട പൂട്ടുന്നവരെ കറിയൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അപ്പോൾ മോഷണം എപ്പോഴൊക്കെ നടന്നിട്ടുണ്ടാവുക? രാത്രി ആയിരിക്കില്ലേ സാർ?
നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ തന്നെ നിൽക്കുക, അതാ സേഫ്. പിന്നെ ഷോപ്പ് തുറക്കാൻ പറ്റില്ലെന്നാകുമ്പം പോവാം. അത്ര എളുപ്പമല്ല. കുറച്ചു കാലം നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും രണ്ടാളും. ഇതുവരെ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം നടന്നേ. എന്തെങ്കിലും ഒരു തുമ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, സൂക്ഷിക്കണം. ഇതിന് അത്ര മാർക്കറ്റ് വലിയ ഒന്നും ഉണ്ടാവില്ല. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, നല്ലവനാ, പറ്റിക്കല. ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിന് കൊടുക്കണം. അതൊക്കെ അപ്പ പറയണ പോലെ. പിന്നെ ഇതെല്ലാം കൂടെ എൻ്റെ തുരുത്തിൽ വെട്ടി കൊണ്ടുവയ്ക്കാം. അവിടെ ആ സേഫ്, ആരും വരില്ല. എത്ര കഴുകിയിട്ട് മോശം പോണില്ലല്ലോ. നിങ്ങളിങ്ങനെ ഡസ്റ്റ് പഠിച്ച് നിൽക്കല്ലേ, എന്തെങ്കിലും കഴിക്കാം. വാ ഒരുമിച്ച് കഴിക്കാം. വാ. വാ മക്കളെ, ഇരിക്കും. രാവിലെ മോനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ? എടാ മോനെ മനു, കഴിക്കാൻ പൊറോട്ടയും കറി കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. അല്ല, ഈ കേസും മുക്കാറൊക്കെ തീർന്ന് നിന്ന് കട തുറക്കാൻ പറ്റും? അറിയില്ല കേട്ടോ. എടാ മനുവേ, നീ പുറത്തേക്ക് നോക്കൊക്കെ എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ചെല്ല് മക്കളെ, നിങ്ങളിപ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് മനസ്സംശമിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നേ. പിന്നല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ കഴിക്കും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ ആരകത്തെ കയറ്റി വിടണ്ട. സാർ എൻട്രി എക്സിറ്റ് ഒരേ വഴി കൂടിയാണ്. ഓഹോ സാർ, പിന്നെ കോൺക്രീറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു. അവർ ഈ ആഴ്ച തുടങ്ങേണ്ടതാണ്. ഓഹോ, എനി എവിഡൻസ്? സാർ, സോളിഡ് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നടന്ന ടൈം സം ടൈം ബിറ്റ്വീൻ 11 and 4 AM. ഇവിടെ അടുത്ത് വലിയൊരു വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ഇതേ രീതിയിൽ മോഷണം നടത്തുന്നവരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. സർ, എമ്മോ കോൺവിക്സ്, പ്രത്യേകിച്ച് ഈ അടുത്ത് റിലീസായവർ. സർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലൂട്ട്? സർ, ബാങ്കിൽ 70 ലോക്കറുള്ള ഒരു സേഫ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. ആ റൂമിനകത്തുള്ള മറ്റു 2 സേഫ് തൊട്ടിട്ടില്ല. പിന്നെ ലോക്കർ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമാണ് സർ. എന്ത് പ്രശ്നം? കാര്യം ബാങ്കിന് അറിഞ്ഞുകൂടല്ലോ ലോക്കറിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓർമ്മ കാണണമെന്നില്ലല്ലോ സർ. ഏകദേശം 26 കിലോ സ്വർണം, കുറച്ച് ഡയമണ്ട്, ഒരു 3.5 ലക്ഷം വരെ ക്യാഷ്, പിന്നെ കുറച്ച് ഫോറിൻ കറൻസി. കള്ളി പോകുന്നതല്ലേ. ഇറങ്ങി 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 വന്നോണ്ടിരിക്കുക. ഓക്കെ, see, it's a grave situation. Sir. We have to find out who did this as soon as possible. Yes, sir. You make an investigation team and you give me the list tonight itself. Sure. Okay? നമുക്കിത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. All right? Okay, sir.
ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? ആരെങ്കിലും കണ്ടോ? അറിയില്ല. ആ ആന ചേച്ചി തരാനുള്ള കാശ് തന്നു. ഏത് കാശ്? അവർക്ക് വേണ്ടി കുറെ പണിയെടുത്തല്ലേ. ഇപ്പൊ കടയൊക്കെ കേസിലാന്നാ കേട്ടെ. ഇതൊക്കെ കിട്ടുവോ? അത് കിട്ടിയായിരുന്നു. എനിക്കിനി കുറെ നാള് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാനെങ്കിൽ ഇറങ്ങി പോരുവേ, പിന്നെ അവിടേക്ക് തിരിച്ചു കയറില്ല. എന്റെ സുമി, എടാ കുറച്ചു ദിവസം കൂടി. നിനക്കെന്നെ വിശ്വാസമില്ല? സുമിയുടെ കല്യാണം ഉടനെ കാണും. അതാന്ന് തോന്നുന്നു പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. ഏറ്റുമാൻ ടൗണില് എന്നെ പറ്റി പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റുമാനൂരോ? ഞാൻ വരുന്ന സമയം പോകുന്ന സമയം ഒക്കെ. പിന്നെ അന്ന് ആ തല്ലുണ്ടായ ദിവസത്തെ പറ്റി അന്വേഷിച്ചു. എന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം എനിക്ക് അറിഞ്ഞൂടാ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അന്ന് തല്ലുണ്ടായ സമയം സ്റ്റീഫൻ ചേട്ടൻ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പൊ ശരി, നാളെ കാണാം. സുമിയുടെ പുറകെയുള്ള നടപ്പ് നിർത്തുവല്ലടാ. നിന്റെ ഒടുക്കത്തെ പ്രേമം കാരണം ഈ വേണ്ടാത്ത പൊല്ലാപ്പൊക്കെ. ഇപ്പൊ എന്റെ പ്രേമാണോ കുറ്റം? അപ്പൊ നിങ്ങൾ എഴുതിയോ? ഞങ്ങൾ എന്ത് കാണിച്ചെന്ന്? കിട്ടിയ സ്വർണം മൊത്തം അപ്പാപ്പന് കൊടുത്തില്ലേ? ആനി, ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നാട്ടുകാർ നോക്കുമ്പോ അയ്യോ എന്തൊരു പാവങ്ങൾ. ദേ, ഒന്നിച്ചാണ് ചെയ്തിട്ടുള്ളെങ്കിൽ ഒന്നിച്ചെന്നെ അനുഭവിക്കും. എന്റെ പൊന്നു ബേസിൽ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഒന്ന് സമാധാനിച്ചേ. അപ്പാപ്പ പറഞ്ഞനുസരിച്ച് 2-3 ദിവസത്തിനുള്ള ആദ്യത്തെ കാശ് കിട്ടും. അത് നീ എടുത്തോ. നീ ഇപ്പൊ ചെല്ല്. വയസ്സായില്ലേ സാറേ, ഞാനിതൊക്കെ നിർത്തി. സ്റ്റീഫൻ, ഈ കലണ്ടർ നോക്കിയിട്ട് കഴിഞ്ഞൊരു മാസം ഓരോ ദിവസവും നിങ്ങൾ എവിടേക്കായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയണം. എനിക്ക് തെങ്കാശിയിൽ വെൽഡിംഗ് വർക്കുണ്ട് സാറേ. ഒരു മാസം മുഴുവനോ? ശരി. ഈ ഞായറാഴ്ച നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കൊല്ലത്തായിരുന്നു സാറേ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അളിയൻ. എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്താ സാറേ? ഈ ഞായറാഴ്ചയോ? തെങ്കാശിയിലായിരുന്നു. തെങ്കാശിയിൽ. ഉറപ്പാണോ? ആ. ഈ ഞായറാഴ്ച ഞങ്ങൾ റെഡിയായിരിക്കും. അതായത് കവലയിൽ എത്തിയിട്ടുള്ള 4ാമത്തെ ആഴ്ച. ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന അപ്പാപ്പയെ ബേസിൽ ഓട്ടോയുടെ പുറകെ കിടത്തിയിട്ട് വേണം വരെ കൊണ്ടുവരാൻ. എന്താ ഞാൻ ബസ് സ്റ്റാൻഡിൽ പത്രം എടുക്കുന്നതിനടുത്തായിട്ട് ഓട്ടോ നിർത്തിയിട്ടാക്കാം. ഇവനെ അവിടെ കണ്ടില്ലെങ്കിലോ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയല്ലോ, ഞാൻ അവിടെ നിന്ന് മുങ്ങും. ഇനി എന്തെങ്കിലും കാരണവശാൽ അന്ന് നടന്നില്ലെങ്കിൽ ഞങ്ങളൊരു പോസ്റ്റ് കാർഡ് അയക്കും. അതായിരിക്കും അടുത്ത ഡേറ്റ്. സൂക്ഷിച്ചു നോക്കിയ ഇതാണോ തെങ്കാശി? അത് സാറേ, ഞാനും അളിയനും കൂടി തെങ്കാശിയിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുമ്പോൾ. ഹലോ. ഇത് വെമ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. ആ സർ. നിങ്ങൾ രണ്ടുപേരും അരമണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിലെത്തണം. ശരി സർ. അരമണിക്കൂറിൽ സ്റ്റേഷനിലെത്തണം.
നടക്കുന്ന ആദ്യ സംഭവമല്ലേ? എന്താ മെമ്പറെ? കള്ളനെ കിട്ടുന്ന കേട്ടത്. തിരിച്ചറിയൽ പരേന് വേണ്ടിയാ നമ്മളെ വിളിപ്പിച്ചേ. സതീശൻ കൊണ്ടുവന്ന സാർ നമസ്കാരം. ആ സതീശൻ മെമ്പറേ, ഈ നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കവലയിലോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നോക്കി? സൂക്ഷിച്ച് നോക്കൂ. ഇല്ല സാർ, കണ്ടിട്ടില്ല. ഉറപ്പാണോ? ഇല്ല സാർ. അടുത്ത ആളെ വിളി. ഓ ഇല്ല സാർ. ബേസിൽ ബേസിലേ, ഈ നിൽക്കുന്ന ആരെങ്കിലൊക്കെ നിനക്ക് അറിയാമെന്ന് നോക്കി. ഇല്ല സാറേ, കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. ശില്പ ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ആളെ വിളി. ആനെ ആനി, ഈ നിൽക്കുന്ന ആരെങ്കിലും കടയുടെ പരിസരത്തോ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ഉറപ്പാണോ? എന്താണ് അടവർക്കരുത്, അടവർക്കരുത് കേട്ടോ. വെളച്ചിൽ വേണ്ട, വേണ്ട. സാറേ എഴുതേക്കണം. സാറേ വിളിക്കുന്നു, നേരത്തെ കിടന്നുള്ളതാണ് എഴുന്നേറ്റ്. ചുമ്മാരി സാറേ ഒന്നും മതി. സാർ അവൻ്റെ ആടാ സാറേ ഇത്. ആംബുലൻസ് വിളിക്കണോ? ശരി സാർ. ഇമ്മയെല്ലാം പുറത്തിറങ്ങി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യ്. വിളിക്കുന്നു സാർ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ. പ്രശ്നമായോ സാറേ? ഹലോ, സ്റ്റേഷനിലൊക്കെ ആംബുലൻസ് വിടാം. അറിയാച്ചോ വന്നേ. സൈഡ് പൊക്കോട്. സാർ, സ്റ്റീഫൻ്റെ ബോഡി വിട്ടു കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. വിക്ടർ. യെസ് സാർ. നമുക്കിതൊരു ഡെഡ് എൻഡ് ആവരുത്. ഹലോ, നമസ്കാരം സാർ. എന്തായി? സാർ, നാച്ചുറൽ ഡെത്ത് ആണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഒരു പ്രസ് റിലീസ് കൊടുത്തേക്കൂ. സാർ. സസ്പെക്ട് എന്ന് മാത്രം മതി. ഓക്കെ സാർ. ശരി. സ്റ്റീഫൻ്റെ കോൾ റെക്കോർഡ്സ്, പാസ്റ്റ് ആൻഡ് റീസെൻ്റ് അവർ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്യണം. യെസ് സാർ. ആൾ മരിച്ചുവെങ്കിലും അയാൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ലീഡ്. സാർ. പിന്നെ പ്രസ് റിലീസിൻ്റെ ഒപ്പം ആളുടെ ഫോട്ടോ കൂടി കൊടുത്തേക്ക്. ഓക്കെ സാർ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്ഥിരീകരിക്കട്ടെ. സ്റ്റീഫൻ്റെ വീടല്ലേ? അതെ സിസ്റ്റർ. വാ, അകത്തോട്ടിരിക്കാം. വാ.
ഇരിക്കും സിസ്റ്ററെ. കുറച്ച് വെള്ളം. ആ ആ തരാവേ. ഞാൻ ഇച്ചിരി കാപ്പി എടുക്കാം. ഇരിക്കും. സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അറിയായിരുന്നോ? സിസ്റ്ററെ എന്താ? സ്റ്റീഫൻ ഞങ്ങളുടെ പള്ളിയിൽ അനാഥാലയത്തിൽ സംഭാവന ചെയ്യാറുണ്ടായിരുന്നു. ഓ അങ്ങേരെ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ കൊടുത്തു തീർത്ത എല്ലായിടത്തും. സ്റ്റീഫന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും വരുമ്പം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെയും പിന്നെ കുറച്ച് പണവും കൊണ്ടുവരും. മരിച്ചറിഞ്ഞ് വന്നായിരിക്കും അല്ലയോ? എന്നാ പറ്റിയേ? ഓ ഒന്നും പറയണ്ട. പോലീസുകാർ വിളിച്ചിറക്കി കൊണ്ടുപോയതാ, പിന്നെ വന്നില്ല. സാധാരണ മരണമെന്നൊക്കെയാ സാറുമാര് പറഞ്ഞു. ആർക്കറിയാം. അങ്ങനെ അസുഖം വല്ലതും ഉണ്ടായിരുന്നു? ഓ ഒരു അസുഖം ഇല്ലായിരുന്നു. എവിടെയാ അടക്കിയേ? കല്ലറയില്. ഇവിടുത്തെ പള്ളിയിലാ. ഇതാരാ? എന്റെ ആങ്ങളെയാ. സ്റ്റീഫൻ ജോലിക്ക് വേണ്ടി ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിരുന്നോ? ഓ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. എങ്ങോട്ടാ പൊക്കോണ്ടിരുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അറിയണമല്ലോ. കന്യാസ്ത്രീമാരോട് അങ്ങനെയൊന്നും പറയല്ലേ, ദൈവകോപം ഉണ്ടാവും കേട്ടോ. അവസാനമായിട്ട് തെന്മലപ്പള്ളി പോയ കാര്യം പറഞ്ഞായിരുന്നു. അവിടുന്ന് വന്നിട്ട് വലിയ സന്തോഷത്തിലായിരുന്നു. സിസ്റ്ററിന്റെ പള്ളിയാണോ അത്? അല്ല, ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആണോ? നോക്കട്ടെ. എന്തുവാ സാറേ ഇതെന്തോ? ഇപ്പോ എല്ലാവരും നന്നായിട്ട് അടിച്ചു ഓർമ്മിക്കും. ഒന്ന് കൊണ്ടുപോകല്ലേ, മാറ്റില്ലേ? അവിടെ ഇല്ലെന്നേ സാറേ. ഏതെങ്കിലും കൊടംപുളിയാ? എന്തോ ഈ കാണിക്കുന്നേ? അയ്യോ സാറേ, അങ്ങേരിപ്പോ അങ്ങനെയൊന്നും പോകത്തില്ലായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു സാറേ. അങ്ങേര് മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു കിട്ടിയ കാർഡാ സാറേ. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് പ്രാർത്ഥനയാ. ഭക്തിമാർഗമായിരുന്നല്ലേ? ആണ് സാറേ. മനസ്സിലായി. ആണ്ട് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നു സാറേ. ഞാൻ പറഞ്ഞില്ല അങ്ങേര് ഇവിടെ ഒന്നും വെക്കാറില്ല. പിന്നെ വേറെ എവിടെ വെക്കുന്നേ? അങ്ങനെയല്ല, അതല്ല സാറേ. ആ സാറേ പാവം മരിച്ചു പോയില്ല സാറേ. ഇട്ടേക്ക് സാറേ, പാവം മനുഷ്യൻ. വിവരം അറിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നായിരുന്നു സാറേ. പരിചയമില്ലാത്തവരാ വന്ന? അങ്ങേരുടെ കുറെ കൂട്ടുകാര്, പിന്നെ നാട്ടുകാര്, പിന്നെ പള്ളിയിൽ നിന്ന് വന്നു ഒരു കന്യാസ്ത്രീ. ഏത് കന്യാസ്ത്രീ? അത് ഞാൻ ഈ പള്ളിയില് അനാഥാലയങ്ങൾക്കൊക്കെ കാശ് കൊടുക്കായിരുന്നേ. പിന്നെ വാർഡ് മെമ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മന്ത്രിയോ ബിഷപ്പോ ആരാണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ കള്ളനായിരുന്നെങ്കിൽ അങ്ങേരെ ഒരു നല്ല ആളായിരുന്നു സാറേ. നല്ലൊരാളായിരുന്നല്ലേ? നല്ലൊരാളെ കണ്ടാ പറയണം കേട്ടോ, അറസ്റ്റ് ചെയ്യാനാ.
മാമ ഇത് ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോയാ. അടുത്ത ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേയാ. ഞാനൊരു സ്കിറ്റിലുണ്ട്, കാണാൻ വരുമോ? നീയല്ലേ ഇത്? ആ പായസം എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നൂടെടോ. നല്ല തിരക്കാണ്. ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. നിനക്കൊരു കല്യാണാലോചനയൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. നിന്നെപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഉമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ആ അതെ, നീ ധൃതി പിടിക്കേണ്ട സമയമുണ്ട്. ദേ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതിനൊരു തീരുമാനം പറഞ്ഞിട്ട് ഫോൺ എടുക്കടോ. ഹലോ, സെർച്ച് കഴിഞ്ഞോ? അവിടെ നിന്നൊന്നും കിട്ടിയില്ല സാർ. അയാളെ കിട്ടുന്നൊന്നും വീട്ടിൽ വെക്കാറില്ല. നാട്ടുകാർ പറയുന്ന തുരുത്തിലായൊക്കെ ഒരു സ്ഥിരം സ്ഥലം ഉണ്ടെന്നാ. പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. കോൾ റെക്കോർഡ്സ് എല്ലാം ക്ലീൻ ആണ്. പോസ്റ്റ് കാർഡ്സ് എല്ലാം അനലൈസ് ചെയ്യണം. ഓക്കെ സാർ. അതുപോലെ മരണം കഴിഞ്ഞിട്ട് അവിടെ വലിയ വലിയ ആൾക്കാർ വന്നെന്ന് പുള്ളിക്കാരത്തി തള്ളി. അയാളുടെ ഭാര്യയെ കന്യാസ്ത്രീ മെമ്പറൊക്കെ വന്നെന്നാ പറഞ്ഞേ. സ്റ്റീഫന്റെ വീട്ടിൽ ഒരു സർവേലൻസ് അറേഞ്ച് ചെയ്ത് തരാം. ചെയ്യാം സാർ. എന്നെ ഒരു ഭയങ്കര സിഗരറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവന്മാർ കൊണ്ടുപോയി. ചേച്ചി ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. എന്തുവാടാ? അളിയൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ലെന്നേ, നിനക്കറിയത്തില്ലേ, അങ്ങേരെ എന്നോടൊന്നും പറയത്തില്ലെന്ന്. ഞാൻ അവരോട് പറഞ്ഞാൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നാലും ഇത് അളിയൻ എങ്ങോട്ടാ മാറ്റിയത്? 1-2 സഞ്ചി ഉണ്ടായിരുന്നേ, എനിക്ക് ഉറപ്പാ. ആണോ? പിന്നല്ലേ. മാത്രമല്ല ഒരു പെണ്ണ് തുരുത്തി കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ആ അങ്ങനെ പറ. ആ കന്യാസ്ത്രീ എന്തോ ഒരു വശപ്പശക്ക് ഇല്ലായിരുന്നു അവർക്ക്. ഒന്നാം തരം ഉടായിപ്പല്ലയോ, എന്നാ ഓട്ടോ അവരാ വഴി കിടന്നോടിയത്. ആ അതന്നെ, പോലീസിനെ കണ്ടപ്പോഴേ അവര് മുങ്ങി. ആ നീയും എന്നുവെച്ചാ ഞാൻ വെറുതെ അമ്മമാരുടെ മുമ്പിലോട്ട് പോയി ചാടിക്കൊടുക്കണ്ടല്ലെന്ന് ഓർത്താ. അതെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തുവാടാ? ഞാൻ ഒന്ന് കറങ്ങിച്ച് വരാം, കുറച്ച് പൈസ ഇങ്ങനെ. നമ്മുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഉള്ള ഇങ്ങനത്തെ ഒന്നെടുക്ക ചേച്ചി, എടുക്ക.